ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 44-ാമത്തെ ശ്ലോകത്തിലെ പ്രണവ പൃഥുഃ ഹിരണ്യഗർഭ ശത്രുഘ്നഃ വ്യാപ്തഃ വായു അധോക്ഷജഃ, ഇങ്ങനെ 7 നാമങ്ങളാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന വൈകുണ്ഠ, പുരുഷ, പ്രാണഹ, പ്രാണത എന്നീ 4 നാമങ്ങൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടല്ലോ. 44-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: വൈകുണ്ഠ പുരുഷ പ്രാണഹ പ്രാണത പ്രണവ പൃഥുഃ ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജഃ. അതിൽ 409-ാമത്തെ നാമമായ പ്രണവഹ എന്ന നാമമാണ്, പ്രണവം എന്ന നാമമാണ് ആദ്യം കാണുന്നത്. ഇതേ നാമം തന്നെ 957-ൽ വീണ്ടും ഒന്നുകൂടെ കാണും. ഇവിടെ എല്ലാവരും ആരാധിക്കുന്നവൻ എന്ന അർത്ഥമാണ് പ്രണവം എന്ന നാമത്തിന് എടുത്തിരിക്കുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് പ്രണൗതി ഇതി പ്രണവഃ തസ്മാദ് ഓം ഇതി പ്രണൗതി ഇതി ശ്രുതേ പ്രണമ്യതേ ഇതി വാ പ്രണവഃ പ്രണമന്തീഹ വൈ വേദാഃ തസ്മാത് പ്രണവ ഉച്യതേ ഇതി സനത്കുമാരവചനാത്. ഓം എന്ന് സ്തുതിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യുന്നതിനാൽ പ്രണവം. പ്രണവം എന്നാൽ ഓങ്കാരമാണല്ലോ. ഓങ്കാരത്തിനെയാണ് നമ്മൾ പ്രണവം എന്ന് പറയുന്നത്. ഓം എന്ന് ഭഗവാനെ സ്തുതിക്കുന്നതിനാൽ ഭഗവാനെ ഓം അല്ലെങ്കിൽ പ്രണവം എന്ന് പറയും. അതിനാൽ ഓം എന്ന് പ്രണമിക്കുന്നു എന്ന് ശ്രുതിവാക്യം. അഥവാ പ്രണാമം ചെയ്യപ്പെടുന്നതിനാൽ പ്രണവൻ എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തെ വേദങ്ങൾ പ്രണമിക്കുന്നു, അതിനാൽ പ്രണവൻ എന്ന് പറയപ്പെടുന്നു എന്ന് സനത്കുമാര വചനമുണ്ട്. സനത്കുമാര സംഹിതയിൽ പറയുന്നുണ്ട്. പ്രണവം എന്നാൽ ഓങ്കാരമാണ്. ഭഗവാനെ സ്തുതിക്കാൻ ഓങ്കാരം അഥവാ പ്രണവ മന്ത്രം ഉപയോഗിക്കുന്നതിനാൽ ഭഗവാനെയും പ്രണവം എന്ന് പറയും. പ്രണൗതി ഇതി പ്രണവഃ, ഭഗവാൻ ഓം എന്ന നാമം കൊണ്ട് തന്നെ ആരാധിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ഓം എന്ന നാമം അല്ലെങ്കിൽ പ്രണവ മന്ത്രം കൊണ്ട് അവർ ആരാധിക്കുന്നു എന്ന് ശ്രുതിയിൽ പറയുന്നു. ഇതാണ് ശങ്കരാചാര്യര് തന്റെ ഡെഫിനേഷനുള്ള ഒരു സപ്പോർട്ടായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. വേദങ്ങൾ പോലും ആദരവോടെ പ്രണമിക്കുന്നതിനാലും പ്രേരണ നൽകുന്നതിനാലും ഭഗവാനെ പ്രണവം എന്ന് വിളിക്കുന്നു എന്ന് സനത്കുമാര മഹർഷി പറയുന്നു. അതിനാൽ ഭഗവാന് പ്രണവം എന്ന പേര് വന്നു. അടുത്ത നാമം 410 പൃഥുഃ എന്നതാണ്. പൃഥുഃ എന്നാൽ പ്രപഞ്ചമായി വ്യാപരിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ വളരെ പ്രശസ്തനായവൻ എന്ന അർത്ഥമാണ്. പ്രപഞ്ചരൂപേണ വിസ്തൃതത്വാത് പൃഥുഃ, പ്രപഞ്ച സ്വരൂപത്തിൽ വിസ്തൃതനായിരിക്കുന്നതിനാൽ പൃഥു. ഭഗവാൻ തന്നെയാണ് ഈ വിശാലമായ പ്രപഞ്ചമായി പ്രകടമായിരിക്കുന്നത്. അതിനാൽ ഭഗവാനെ പൃഥു എന്ന് വിളിക്കുന്നു. ഭഗവാൻ പൃഥുവായി അവതരിച്ചതായി ഒരു കഥ മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്. ധ്രുവന്റെ വംശത്തിൽപ്പെട്ട അംഗരാജാവിന്റെ മകനായ വേനൻ മഹാദുഷ്ടനായിരുന്നു. പ്രജകളെ ഹിംസിക്കുകയും മോഷണം സാർവത്രികമാക്കുകയും ചെയ്തു. വേനൻ രാജാവായിരുന്നപ്പോൾ നാട്ടിലുള്ള കള്ളന്മാരെല്ലാം നാടുവിട്ടുപോയത്രേ. കാരണം കള്ളന്മാരെക്കാൾ വമ്പനായ മോഷ്ടാവായിരുന്നു രാജ്യം ഭരിക്കുന്ന വേനരാജാവ്. വേനന്റെ ദുർഭരണം മടുത്തപ്പോൾ മുനിമാർ അവരുടെ തപശക്തിയാൽ വേനനെ വധിച്ചു. എന്നാലോ ധ്രുവവംശം അന്യം നിന്നു പോകുമല്ലോ എന്ന് ഭയന്നിട്ട് വേനന്റെ ജഡത്തെ കടഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മഹാവിഷ്ണു പൃഥുവായും മഹാലക്ഷ്മി അർച്ചിസായും ആവിർഭവിച്ചു. ഇങ്ങനെ ഒരു കഥ മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പൃഥുവായി അവതരിച്ചു എന്നതിനാലും മഹാവിഷ്ണുവിന് പൃഥു എന്ന നാമം വന്നിരിക്കുന്നു. അടുത്ത നാമം ഹിരണ്യഗർഭൻ എന്നതാണ്.
ഇത് 70ാമത്തെ നാമമായി നാം ഒരിക്കൽ കണ്ടതാണ്. സ്വർണം പോലെ തിളക്കമുള്ള ജ്ഞാനം ഉള്ളവൻ എന്നാണ് ഈ നാമത്തിന് ഇവിടെ അർത്ഥമെടുക്കുന്നത്. ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് ഹിരണ്യഗർഭ സംഭൂതി കാരണം ഹിരൺമയം അണ്ഡം യദ് വീര്യ സംഭൂതം തദ് യസ്യ ഗർഭ ഇതി ഹിരണ്യഗർഭ. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ഹിരൺമയമായ അണ്ഡം, സ്വർണ്ണ നിറത്തിലുള്ള അണ്ഡം യാതൊരു ആളുടെ വീര്യത്താൽ സമുൽപ്പന്നമായോ അല്ലെങ്കിൽ ആരിൽ നിന്നുണ്ടായോ അദ്ദേഹം അതിന്റെ ഗർഭം ആയതിനാൽ ഹിരണ്യഗർഭൻ. ഗർഭം എന്ന് പറഞ്ഞാൽ കോസ് എന്നുള്ള അർത്ഥമാണ്. എവിടെ നിന്നാണോ ഉണ്ടാകുന്നത്, എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത്, അതിനെയാണ് ഗർഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിരൺമയമായ അണ്ഡം, സ്വർണ്ണ രൂപത്തിലുള്ള അണ്ഡം വിഷ്ണുവിൽ നിന്നുണ്ടായതായതിനാൽ വിഷ്ണുവിനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ വീര്യമാണ് ഹിരണ്യം. ആ ശക്തി, ആ വീര്യം ഭഗവാന്റേതായതുകൊണ്ട് ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു. ഭഗവാൻ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മനാണല്ലോ. ഈ ജ്ഞാനം, അതായത് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം ഹിരണ്യം അഥവാ സ്വർണം പോലെ തിളങ്ങുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിനെയാണ് ഇവിടെ ഹിരണ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ സ്വയം പ്രകാശിക്കുന്ന ജ്ഞാനസ്വരൂപനായതിനാൽ ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്നു. ഇവിടെ അത് വിഷ്ണു എന്ന ഒരു പ്രത്യേക ദേവതയുടെ നാമമല്ല, സാക്ഷാൽ പരമാത്മാവ് ബ്രഹ്മൻ എന്ന സത്യം ജ്ഞാനം അനന്തം ആയ ബ്രഹ്മൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഹിരണ്യഗർഭൻ എന്ന നാമം എന്നത്. അതായത് ഗർഭപാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ശിശുവിനെ പോലെ തിളങ്ങുന്ന ജ്ഞാനത്തെ തന്നിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഹിരണ്യഗർഭൻ എന്ന നാമം വരുന്നത്. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം സൂക്ഷ്മ രൂപത്തിലായിരുന്നു. ആ സൂക്ഷ്മ രൂപത്തിനു മുമ്പ് അത് ശുദ്ധമായ ജ്ഞാനത്തിന്റെ രൂപത്തിലായിരുന്നു. ശാസ്ത്രങ്ങളിൽ പറയുന്ന സൃഷ്ടി പ്രകരണത്തിൽ, അതായത് സൃഷ്ടിക്രമത്തില് സമഷ്ടി സൂക്ഷ്മ പ്രപഞ്ചമായ ഈ ഹിരണ്യഗർഭനാണ് ഈശ്വരനിൽ നിന്ന് ആദ്യമായി സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് പ്രകൃതി അല്ലെങ്കിൽ മൂലാവിദ്യയിൽ നിന്നും ആദ്യമായി വരുന്നത് സൂക്ഷ്മ പ്രപഞ്ചമാണ്. സൂക്ഷ്മ പ്രപഞ്ചം വെച്ചാൽ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ കൂട്ടമാണ്. അതാണ് ഹിരണ്യഗർഭൻ. ഭൂമിയുടെ ഉള്ളിൽ സ്വർണം ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതിനാലും ഹിരണ്യഗർഭൻ എന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത നാമം 412 ശത്രുഘ്നൻ എന്നതാണ്. ശത്രുഘ്നഃ അല്ലെങ്കിൽ ശത്രുഘ്നൻ എന്നാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ, അസൂയ തുടങ്ങിയ രൂപങ്ങളിൽ നമുക്കുള്ളിൽ തന്നെയുള്ള ദോഷങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. നമുക്ക് പുറത്തുള്ള ശത്രുക്കളെ, മനുഷ്യരും മറ്റു ജീവികളും പോലെയുള്ള മറ്റു ശത്രുക്കളെയൊക്കെ കീഴടക്കാൻ നമ്മുടെ ശാരീരിക ശക്തി മാത്രം മതിയാവും. എന്നാൽ ഈ ആന്തരിക ശക്തികളെ അല്ലെങ്കിൽ ആന്തരികമായ ശത്രുക്കളെ, രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ തുടങ്ങിയ മനോമാലിന്യങ്ങളെ നശിപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ സാധിക്കുള്ളൂ. അതിനാൽ ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നാം ഭഗവാനെ ശത്രുഘ്നൻ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവഃ മഹാസനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. രജോ ഗുണത്തിൽ നിന്ന് ജനിക്കുന്ന ഈ കാമവും ഈ ക്രോധവും എല്ലാത്തിനെയും വിഴുങ്ങുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒന്നാണ്. അത് അതിദാഹിയാണ്. കൂടാതെ ഇത് മഹാപാപവുമാണ്. ഏറ്റവും വലിയ പാപവുമാണിത്. ഏറ്റവും വലിയ ദോഷവുമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവായി ഇതിനെ അറിയുക, ഭഗവാനെ സ്വന്തം ആത്മാവായി അറിയുക എന്നത് മാത്രമാണ് ഈ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം. ഭഗവാനെ അറിയുക, ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാനിൽ
അർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവ് ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് സ്വന്തം ആത്മാവ് എന്നുള്ള പരമാർത്ഥം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ജ്ഞാനം നേടുക എന്നതാണ് ഈ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഏക വഴി. ഇതിന് സഹായിക്കാൻ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. അതിനാൽ ഭഗവാനെ ശത്രുഘ്നൻ എന്ന് പറയുന്നു. അടുത്ത നാമം വ്യാപ്ത എന്നതാണ്. വ്യാപ്തൻ, വ്യാപ്തമായിരിക്കുന്നവൻ, സർവവ്യാപിയായിരിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് കാരണത്വേന സർവകാര്യാണാം വ്യാപനാത് വ്യാപ്ത. കാരണരൂപത്തിൽ സകല കാര്യങ്ങളിലും സകല പ്രോഡക്ട്സിലും വ്യാപിച്ചിരിക്കുന്നതിനാൽ വ്യാപ്തൻ. വ്യാപ്തൻ എന്നാൽ അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവൻ അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭഗവാൻ മാത്രമാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അകവും പുറവും പോലും ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു ശരീരത്തെ അടിസ്ഥാനമാക്കി മാത്രം ഉള്ളതാണ്. നമ്മളൊരു ബിൽഡിങ് ഉണ്ടാക്കും കഴിയുമ്പോൾ മാത്രമാണ് ആ ബിൽഡിങ്ങിന് അകത്തും പുറത്തും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഒരു ബിൽഡിങ്ങിന് ഒരു വാതിൽ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് വാതിൽ കൂടെ അകത്ത് കിടന്നാൽ വീടിനകത്താവും, പുറത്ത് നിൽക്കുകയാണെങ്കിൽ പുറത്താണ് എന്ന് പറയുന്നത്. ആ വീട് ഉണ്ടാകുന്നത് വരെ അവിടെ ആ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു അകമോ പുറമോ ഇല്ല. ഒരു രൂപം, ഒരു ഫോം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിനകത്തും പുറത്തും എന്നുള്ള വ്യത്യാസം വരുന്നത്. ഭഗവാന് പ്രത്യേകമായി ഒരു രൂപവും ഇല്ലാത്തതിനാൽ അകമെന്നോ പുറമെന്നോ ഉള്ള വേർതിരിവുകളുമില്ല. ഭഗവാൻ സർവവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലാ കർമ്മങ്ങളുടെയും പ്രാഥമിക കാരണം, റൂട്ട് കോസ് എന്ന നിലയിൽ ഭഗവാൻ ഓരോ കർമ്മത്തിലും ഓരോ വസ്തുവിലും വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ വ്യാപ്തനാകുന്നു. വസ്തുക്കളുടെ ലോകത്തിലും ആശയങ്ങളുടെ ലോകത്തിലും അവിടുന്ന് ഒരുപോലെ സർവവ്യാപിയാണ്. ആശയങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോവ്യാപാരങ്ങളിൽ, നമ്മുടെ ശരീരവ്യാപാരങ്ങളിലും മനോവ്യാപാരങ്ങളിലും എല്ലാം ഭഗവാൻ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ ചിന്തകൾ പോലും ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. നാരായണ സൂക്തത്തിൽ പറയുന്നത് അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണസ്ഥിതഃ. നാരായണൻ അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ്. അടുത്ത നാമം വായു എന്നാണ്. 414 നാമം വായു. സുഗന്ധത്തെ വഹിക്കുന്നവൻ ആണ് വായു. ശങ്കരാചാര്യർ പറയുന്നത് വാതി ഗന്ധം കരോതി ഇതി വായു പുണ്യോ ഗന്ധ പൃഥിവ്യാം ച ഇതി ഭഗവത് വചനാത്. വാനം ചെയ്യുന്ന, അതായത് ഗന്ധത്തെ വഹിക്കുന്നതിനാൽ വായു. ഞാൻ ഭൂമിയിലെ പുണ്യമായ ഗന്ധമാകുന്നുവെന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. നാം ശ്വസിക്കുന്ന വായുവിന്റെ രൂപത്തിൽ പ്രകടമാകുന്നത് ഭഗവാൻ തന്നെയാണ്. വായുവിന്റെ രൂപത്തിൽ സുഗന്ധം വഹിക്കുന്നത് ഭഗവാൻ തന്നെയായതിനാൽ ഭഗവാനെ വായു എന്ന് വിളിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു പുണ്യോ ഗന്ധ പൃഥിവ്യാം ച. 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ ഭൂമിയിലെ പവിത്രമായ സുഗന്ധമായി നിലകൊള്ളുന്നു. ഭൂമിയിലെ സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ക്വാളിറ്റിയാണ് ഗന്ധം എന്ന് പറയുന്നത്. ഭൂമിയുടെ തന്മാത്രാവസ്ഥ, സൂക്ഷ്മഭൂമി, പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ജീവിക്കുന്ന ഈ എർത്ത് എന്ന് പറയുന്ന ഭൂമിയെയല്ല. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ഭൂമിയുടെ, പൃഥ്വിയുടെ തന്മാത്രാ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഗന്ധം എന്ന് പറയുന്നത്. ആ ഗന്ധം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തൻ്റെ ഭക്തന്മാർ എവിടെയായിരുന്നാലും ഭഗവാൻ സ്വയം അവരെ തേടി ചെല്ലുന്നതിനാലും അവിടുന്ന് വായു എന്ന് വിളിക്കപ്പെടുന്നു. വാതി സർവത്ര ഗതോ ഭവതി ഇതി വായു വിഷ്ണു. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നവനാണ് വിഷ്ണു. വായു പ്രവേശിക്കാത്തതോ വായു ഇല്ലാത്തതോ ആയ ഒരു സ്ഥലവും ഈ ലോകത്തിലില്ല. ഭഗവാന്റെ സർവവ്യാപിത്വത്തെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. ഐതരേയ ഉപനിഷത്തിൽ പറയുന്നത് വായുരസ്മൈ പുണ്യം ഗന്ധം ആവഹതി.
ഭഗവാൻ വായുവിന്റെ അന്തർയാമിയാണ്, വായുവിന്റെ ഉള്ളിൽ വസിക്കുന്നവനാണ്. കൂടാതെ വിവിധ ഉപനിഷത്തുകളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വായുവിനെ അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. വായുവിന്റെ പ്രാധാന്യം കാണിക്കുന്ന പല ശ്രുതിവാക്യങ്ങളുമുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു, വായുർവൈ ഗൗതമ തത് സൂത്രം, വായുനാ വൈ ഗൗതമ സൂത്രേണായാം ലോകഃ പരശ്ച ലോകഃ സർവാണി ച ഭൂതാനി സംവൃദ്ധ്വാനി ഭവന്തി. അതായത് ഒരു മാലയിലെ മുത്തുകളെ കോർത്ത് നിർത്തുന്ന നൂല് പോലെ ഈ ലോകത്തെ ഒരുമിച്ച് നിർത്തുന്ന നൂലാണ് വായു. അതാണ് സൂത്രം എന്ന് പറയുന്നത്. ഇതിലെ നൂല് അല്ലെങ്കിൽ വായു പൊട്ടിക്കഴിഞ്ഞാല് നൂല് പൊട്ടിയ മാല പോലെ ലോകം തന്നെ തകർന്നു പോകും. ഈ ശക്തി നൂലായിട്ട് ലോകത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന ശക്തി ഭഗവാൻ തന്നെയാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ വീണ്ടും പറയുന്നു, 2-3 മന്ത്രം കഴിഞ്ഞിട്ട് വീണ്ടും യാജ്ഞവൽക്യൻ പറയുന്നുണ്ട്, യോ വായൗ തിഷ്ഠൻ വായോരന്തരഃ യം വായുർന വേദഃ യസ്യ വായുഃ ശരീരം യോ വായും അന്തരോ യമയതി ഏഷത ആത്മാ അന്തര്യാമ്യമൃതഃ. ആരാണോ ഈ വായുവിൽ വസിക്കുന്നത്, വായുവിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്, എന്നാൽ വായുവിനുള്ളിലായിരിക്കുന്നത്, ആരെയാണോ വായു അറിയാത്തത്, ആരുടെ ശരീരമാണോ വായു ആയിരിക്കുന്നത്, ആരാണോ വായുവിനെ ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നത്, ആ ഭഗവാനെയാണ് അന്തര്യാമി എന്നും നിങ്ങളുടെ തന്നെ അമരനായ ആത്മാവ് എന്നും വിളിക്കുന്നത്. അതായത് ഇതൊക്കെ ചെയ്യുന്നത്, വായുവിനെ പോലും നിയന്ത്രിക്കുന്നത് അന്തര്യാമിയാണ്, നിങ്ങളുടെ അന്തര്യാമിയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന അമരനായ ആത്മാവാണ് എന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നത്. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ജീവിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ വായു ഇല്ലാതെ ഏതാനും മിനിറ്റുകൾ പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹമില്ലാതെ നമുക്ക് നിലനിൽപ്പുമില്ല. നാം ആവശ്യപ്പെടാതെ തന്നെയാണല്ലോ വായു നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഭഗവാനും അങ്ങനെ തന്നെയാണ്. അവിടുന്ന് തന്റെ ഭക്തന്മാരെ തേടിയെത്തുകയും അവരുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു. വായു മനുഷ്യർക്കിടയിൽ യാതൊരു വേർതിരിവും കാണിക്കാറില്ല. ഭഗവാനും അതുപോലെ തന്നെ എല്ലാവരോടും തുല്യഭാവത്തോടെയാണ് ഇടപഴകുന്നത്. അതുകൊണ്ട് ഭഗവാനെ വായു എന്ന് പറയുന്നു. അടുത്ത നാമം 415 അധോക്ഷജ എന്നാണ്. ഒരിക്കലും നാശമില്ലാത്തവൻ അല്ലെങ്കിൽ ക്ഷയിക്കാത്തവൻ എന്നാണ് ഈ നാമത്തിന്റെ ഒരു അർത്ഥം. മറ്റൊരർത്ഥം പറയുന്നത് ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിക്കുക വഴി മാത്രം അറിയാൻ കഴിയുന്നവൻ എന്നതാണ് മറ്റൊരർത്ഥം പറയുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അധോ ന ക്ഷീയതേ ജാതു യസ്മാത് തസ്മാത് അധോക്ഷജ ഇതി മഹാഭാരതേ ഉദ്യോഗപർവാണി ദ്യൗ അക്ഷം പൃഥിവീ ച അദ്ധഃ തയോഃ അസ്മാത് അജായത മധ്യേ വൈരാജരൂപേണ ഇതി വാ അധോക്ഷജഃ. അധോ ഭൂതേ പ്രത്യക് പ്രവാഹിതേ അക്ഷഗണേ ജായതേ തസ്യ വൈ ജ്ഞാനം തേനാത് അധോക്ഷജഃ ഇത്യതേ ഇതി. ഒരിക്കലും തന്റെ സ്വരൂപത്തിൽ നിന്ന് താഴോട്ട് ക്ഷയിച്ചു പോകാതിരിക്കുന്നതിനാൽ അധോക്ഷജൻ. അഥവാ ആകാശം എന്നാൽ അക്ഷം, പൃഥിവി എന്നാൽ അധോഭാഗം. അവയുടെ മധ്യത്തിൽ, അക്ഷത്തിനും അധോഭാഗത്തിന്റെയും മധ്യത്തിൽ വിരാട് രൂപത്തിൽ പ്രകടമാകുന്നവനായതിനാൽ അധോക്ഷജൻ. അധോയുടെയും അക്ഷത്തിന്റെയും ഇടയ്ക്ക് കാണുന്നതിനാൽ. അഥവാ അക്ഷഗണങ്ങളെ, അതായത് ഇന്ദ്രിയങ്ങളെ അധോമുഖങ്ങളാക്കിയാൽ അല്ലെങ്കിൽ അന്തർമുഖങ്ങളാക്കിയാൽ പ്രകടമാകുന്നവൻ ആയതിനാൽ അധോക്ഷജൻ. ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി തീർക്കുമ്പോൾ ഭഗവാന്റെ ജ്ഞാനമുണ്ടാകുന്നു. അതിനാൽ അദ്ദേഹം അധോമുഖൻ എന്ന് പറയപ്പെടുന്നു. അധഃ എന്നാൽ താഴെ എന്നാണ് അർത്ഥം. ഭഗവാൻ
തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോവുക അല്ലെങ്കിൽ ഒരിക്കലും വ്യതിചലിക്കുകയോ അധപ്പതിക്കുകയോ താഴേട്ട് പതിക്കുകയോ ചെയ്യാത്തതിനാൽ ഭഗവാനെ അധോക്ഷജൻ എന്ന് പറയുന്നു. പൊതുവെ അക്ഷഗണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. എല്ലാം എക്സ്ട്രോവർട്ടാണ്. നമുക്ക് പുറത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ, അറിയാൻ പറ്റുകയുള്ളൂ. അവയെ ഉള്ളിലേക്ക് തിരിക്കാതെ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാതെ ആത്മാവിന്റെ അല്ലെങ്കിൽ തന്റെ സ്വന്തം സ്വരൂപം തിരിച്ചറിയാൻ സാധിക്കില്ല. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, പരാഞ്ചിഖാനി വ്രതൃണസ്വയംഭൂ തസ്മാത് പരാങ് പശ്ചിദിനാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷൻ ആവൃത്ത ചക്ഷുത് അമൃതത്വമിച്ഛൻ. ഭഗവാൻ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് തിരിഞ്ഞവയായി സൃഷ്ടിച്ചുകൊണ്ട് അവയെ ഉപയോഗശൂന്യമാക്കി തീർത്തു. അതായത് ആത്മീയ ഉന്നമനത്തിന് ഉപയോഗശൂന്യമാക്കി തീർത്തു. അതിനാലാണ് എല്ലാവരും ബാഹ്യവസ്തുക്കളെ മാത്രം കാണുകയും തങ്ങൾക്കുള്ളിലെ ആത്മാവിനെ ദർശിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അമരത്വം അഥവാ മോക്ഷം ആഗ്രഹിക്കുന്ന വിവേകശാലിയായ ചുരുക്കം ചിലർ മാത്രമാണ് ഇന്ദ്രിയങ്ങളെ പുറത്തുനിന്ന് പിൻവലിച്ച് ഉള്ളിലെ ആത്മാവിനെ അന്വേഷിക്കുന്നത്. അധോക്ഷം എന്നാൽ നാഭി അല്ലെങ്കിൽ പൊക്കിൾ എന്നാണ് അർത്ഥം. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. അതിനാൽ ബ്രഹ്മാവിനെ അധോക്ഷജൻ എന്ന് വിളിക്കുന്നു. ബ്രഹ്മാവായി പ്രകടമായിരിക്കുന്നതും സാക്ഷാൽ പരബ്രഹ്മനായ ഭഗവാൻ തന്നെ ആയതിനാൽ ഭഗവാനെയും അധോക്ഷജൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇതോടെ 415 നാമവും 44 ശ്ലോകവും ഇവിടെ പൂർണ്ണമായി. ബാക്കി ഭാഗം ഈ അടുത്ത സെക്ഷനിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.